ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കും. G20 ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതൃതല യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള ശ്രീ മോദിയുടെ 4ാമത് ദക്ഷിണാഫ്രിക്കൻ സന്ദർശനമാണിത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ എന്യൂമറേഷൻ ഫോം വിതരണം 99.5% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. ഇതുവരെ 41,009 വോട്ടർമാർ ഓൺലൈനായി ഫോമുകൾ സമർപ്പിച്ചിട്ടുണ്ട്. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 78,111 ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഫോമുകൾ സ്വീകരിക്കുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമായി കളക്ഷൻ ഹബ്ബുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും തുടരുകയാണ്. ബൂത്തുകളുടെ ഡിജിറ്റലൈസേഷൻ 100% പൂർത്തിയാക്കിയ BLOമാരെ അഭിനന്ദന സർട്ടിഫിക്കറ്റും ബാഡ്ജും നൽകി നന്ദി അറിയിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായുള്ള സമയപരിധി നാളെ വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കും. ഇന്ന് 50,707 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഇതുവരെ ലഭിച്ച പത്രികകളുടെ എണ്ണം 95,369 മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രികകൾ ഈ മാസം 24 വരെ പിൻവലിക്കാം. അടുത്ത മാസം 9, 11 തീയതികളിലായി 2 ഘട്ടമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1,199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസിന് മറുപടി നൽകുകയായിരുന്നു സുപ്രീംകോടതി. അതേസമയം ബില്ലുകൾ അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കോടതിക്ക് പരിമിതമായ ജുഡീഷ്യൽ അവലോകന അധികാരം ഉപയോഗിക്കാമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം ഏകകണ്ഠമാണെന്ന് ചീഫ് ജസ്റ്റിസ് RS ഗവായ് വ്യക്തമാക്കി. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിച്ച സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി വിഷയത്തിൽ അഭിപ്രായം തേടിയത്. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തിരിതെളിഞ്ഞു. ആഘോഷപൂർണമായ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L. മുരുകൻ, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, നടന്മാരായ നന്ദമുരി ബാലകൃഷ്ണ, അനുപം ഖേർ, മനോജ് ജോഷി, ശ്രീലീല തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 80ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 270-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ചലച്ചിത്രമേളയുടെ ഭാഗമായ വേവ്സ് ഫിലിം ബസാർ കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതായി ശബരിമല ADM അരുൺ S. നായർ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ADM. ശബരിമല ദർശനത്തിന് അനുവദിക്കുന്ന പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ 5,000 നിജപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാകുക. പമ്പ, എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. ഭക്തർ പരമാവധി വെർച്വൽ ക്യൂ വഴി സ്ലോട്ട് ഉറപ്പാക്കി ദർശനം നടത്തണമെന്ന് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. 10ാം തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാകുന്നത്. പട്നയിലെ ഗാന്ധി മൈതാനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 26 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. സമ്രാട് ചൌധരി, വിജയ്കുമാർ സിൻഹ തുടങ്ങിയ മുതിർന്ന BJP നേതാക്കൾ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 128ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മലയാള പരിഭാഷയും തുടർന്ന് ഉണ്ടായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.